75 വർഷത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ 60 വർഷക്കാലം ഒരു പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഒരു ഘട്ടത്തിൽ ആ പാർട്ടിയുടെ അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ 65 വർഷത്തെ അഫിലിയേഷനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ജി സുധാകരൻ എന്ന ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവിനെതിരായി അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വർഗവഞ്ചകന് വോട്ടില്ല, മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. PS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രിയായും അല്പകാലം ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായും പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായും വളരെ ശ്രേഷ്ഠമായ സേവനം നടത്തിയ ആളാണ് ജി സുധാകരൻ. വിദ്യാർത്ഥിയായിരിക്കെ KSFിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ജി സുധാകരൻ ഏതാനും വർഷങ്ങളായി പിണറായി വിജയനുമായുള്ള നീരസത്തിൻ്റെ ഭാഗമായി, അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കുറവിൻ്റെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട നിലയിലാണ് CPMുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ജി സുധാകരനെ എല്ലാ അർത്ഥത്തിലും അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള ശ്രമങ്ങളാണ് CPMൻ്റെ സംസ്ഥാന തലം വരെയുള്ള സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണിക്കുന്നത് എന്ന ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് ജി സുധാകരൻ പാർട്ടിക്കെതിരായി തൻ്റെ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ജി സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ദീർഘകാലമായ തൻ്റെ പാർട്ടി ബന്ധത്തെക്കുറിച്ചും പാർട്ടി വിടാനുള്ള സാഹചര്യത്തെക്കുറിച്ചും എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായി താൻ മാറുന്നില്ല എന്നതിനെക്കുറിച്ചും എടുത്തു പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഏതാണ്ട് 65 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെൻ്റുള്ള ഒരു പാർട്ടി അംഗമെന്നുള്ള നിലയിൽ ആലപ്പുഴയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായ ജി സുധാകരൻ ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എങ്ങനെയാണ് വർഗവഞ്ചകനാകുന്നത്? അദ്ദേഹം ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റായി മാറുന്നത്? രാഷ്ട്രീയത്തിൽ നിലപാടുകൾ സ്വീകരിക്കാനും യോജിച്ചു നിൽക്കാനും വിയോജിച്ചു നിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ തൻ്റെ പാർട്ടി തന്നോട് കാണിക്കുന്നത് നീതികേടാണ് എന്നു കരുതി ആ പാർട്ടിയിലെ അംഗത്വം എടുക്കാൻ വൈമനസ്യം കാണിക്കുകയും അംഗത്വം പുതുക്കാതിരിക്കുകയുമാണ് സുധാകരൻ ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെക്കുറിച്ചോ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയെക്കുറിച്ചോ അതിലെ നേതാക്കളെക്കുറിച്ചോ വ്യക്തിഗതമായ ഒരു ആക്ഷേപവും ഒരു തരത്തിലുള്ള ആരോപണവും സുധാകരൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തെ വർഗവഞ്ചകനായും മാപ്പർഹിക്കാത്ത കുറ്റവാളിയായും ചിത്രീകരിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.